ഒരു പോക്സോ കേസ്, ഒരു വ്യാജ പോക്സോ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു 60 to 90 ഡേയ്സ് പ്രസിഡന്റിൽ കിടക്കും. ഇപ്പം കാശുള്ളവനാണെങ്കിൽ ഒരു 14 ദിവസം അല്ലെങ്കിൽ 50 ദിവസത്തിനുള്ളിൽ അവന് പുറത്തിറങ്ങാനുള്ളതുണ്ട്. നമ്മൾ പറയുന്നത് മുഴുവൻ വ്യാജ പോക്സോയുടെ കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പുരുഷന്മാരെന്തനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞങ്ങളൊരു 300-400ഓളം മാറ്റേഴ്സ് ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 2 ആഴ്ച മുന്നേ ഒരു ശനിയാഴ്ച എൻ്റെ അടുത്ത് വന്ന ഒരു കക്ഷി, അദ്ദേഹം എന്നോട് പറയാണ്, മാഡം അന്ന് ഞാൻ മാഡത്തെ വൈകുന്നേരം വിളിച്ചപ്പം ഞാൻ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ അടുത്തേക്കാണ് ആദ്യം സംസാരിക്കുന്നത്. റെസ്പോൺസ് കേരളയിൽ ഇന്ന് നമ്മുടെ ഒപ്പം അഡ്വക്കേറ്റ് അഭിഭാഷകയായ അയോഡ ജോർജ് മംഗലത്താണ്. മാമിന്റെ റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഇപ്പോൾ കുറേ ഫേക്ക് കേസസ് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ കേസായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി പോക്സോ പരാതി കൊടുത്തു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ആ കുട്ടിയുടെ പരാതി ഫേക്ക് ആണെന്ന് മനസ്സിലായത്. മാമിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് നമ്മൾക്കുള്ള അല്ലാത്ത ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ എല്ലാ ആക്ടുകളും അല്ലെ നിയമങ്ങളെല്ലാം തന്നെ അവരാണ് കോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഈ DV, പോക്സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമോഷണൽ സെന്റിമെന്റ്സ് വെച്ചിട്ട് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കിയിരിക്കുന്ന ആക്ടുകളാണ്. ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു 45 അല്ലെങ്കിൽ ഒരു 75% അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതില് ബാക്കിയുള്ളത് മുഴുവനും ഫേക്ക് ആയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ഇമോഷണൽ സാധനത്തിനെ വെച്ചിട്ട് അതെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ക്രമക്കേടുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും ഇപ്പം നിങ്ങൾ ചോദിക്കുക പോക്സോ കേസിൽ എങ്ങനെ നമുക്ക് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുവാണെങ്കിൽ ചെയ്യാൻ പറ്റാൻ ബുദ്ധിമുട്ടാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാന്നുള്ളത്. കാരണം കുട്ടികൾ ആണ് അതിലെ ആളുകള്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസസ് ആണ്. അപ്പം അങ്ങനെയൊരു ആക്ട് കോഡിഫൈ ചെയ്തിരിക്കുന്നത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ കുട്ടികൾ കുറെയൊക്കെ അവരുടെ മൊഴികൾ പറയുന്നത് ഇത് പറഞ്ഞതായിരിക്കില്ല പിന്നെ പറയുന്നത് അങ്ങനെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഡിഫെൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതിൽ ഈ കോൺട്രഡിക്ഷൻസ് 161 സ്റ്റേറ്റ്മെന്റ് 164 സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ BNS വന്നപ്പം വേറെതാണ്. അപ്പം നമ്മൾ പൊതുവെ എങ്ങനെയാ പറയാ, അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് FIR ഇത് 3 ക്രമക്കേടുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷന്റെ അതിലുള്ള ഡോക്ടറെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുട്ടി അധ്യാപകര് ഇവർക്ക് എഗെയിൻസ്റ്റ് വരുന്ന, അതായത് ഒരു കുട്ടീനെ ഒരു അധ്യാപകൻ തല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ തല്ലിയാൽ പോക്സോയാണ് ആയി, ഒന്നും പറയാനില്ല അതില്. നമുക്ക് പക്ഷെ അങ്ങനെ വ്യാജ പരാതികൾ മീൻസ് അങ്ങനെ പറയുമ്പം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. ചിലർ പുറത്തു പറയാൻ പേടിയുള്ളവരുണ്ട്. അപ്പൊ നമുക്കതില് ആക്ച്വലി നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്താണ് ഏതാണ് സത്യം എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണത്. അപ്പം പക്ഷെ ഞാനിപ്പോ നമ്മുടെ അടുത്തൊരു കക്ഷി വന്നതാണ്. അദ്ദേഹം എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന വഴി ജോലി കൃത്യമായ ഒരു സർക്കാർ ജീവനക്കാരൻ എല്ലാ ദിവസവും പോകുന്നു വരുന്നു. ഇയാൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടി, അതായത് ആ സൈഡിൽ കൂടെ പാസ് ചെയ്ത ഇടവഴി കൂടെ ഇയാളുടെ വീട്ടിൽ പോകുന്നതാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ ഇദ്ദേഹം ഡിവോഴ്സിയാണ്. ആ ഒരു പേരില് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പക്കാരനല്ല, കരയുവാണ് വന്നിട്ട് ചെയ്തിട്ടില്ലാത്ത തെറ്റാണ് മാഡം ഞാൻ ചെയ്തിരിക്കും, അങ്ങനെയാണ് എനിക്കെതിരെ വന്നിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് ആകെ എലബൈ പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ CCTV, അതൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. 6 മാസത്തോളം CCTV വിഷ്വൽസ് എവിടെയാണെങ്കിലും കാണുകയുള്ളൂ. അതൊക്കെ ബാക്കപ്പ് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. ഇദ്ദേഹത്തിനെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പോക്സോ കേസ്, ഒരു വ്യാജ പോക്സോ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 60 to 90 ഡേയ്സ് പ്രസിഡന്റിൽ കിടക്കും. അപ്പം അകത്ത് കിടന്നില്ലേ ആള്? അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണ്? മറ്റു കുറ്റവാളികളുടെ കൂടെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ നിൽക്കുമ്പം അദ്ദേഹം അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് പറയാൻ പറ്റും. എനിക്ക് എന്റെ കക്ഷി ഇന്നിപ്പം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് അവരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് അത് അദ്ദേഹം അനുഭവിച്ചോട് നമ്മൾ പറയാൻ പറ്റുന്നില്ല അദ്ദേഹം ഏത് രീതിയിലാണ്. ഒരു മനുഷ്യൻ കരയുവാണ് നമ്മുടെ മുന്നിൽ വെച്ച്, ചെയ്തിട്ടില്ല മാഡം എന്ന് പറയുവാണ്. ഇങ്ങനെ എത്ര പരാതികള്, എത്ര നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അനുഭവിക്കുന്നവരും ഉണ്ട്. ഒരു ആൺകുട്ടീനെ, ഇപ്പൊ ആൺകുട്ടിയുടെ കേസിലാണെങ്കിൽ ആൺകുട്ടിയെ തൊട്ടാൽ മതി,
അത് കേസാകും. അതൊരു അധ്യാപകനും പേടിക്കണം, കൂടെ ചുറ്റുമുള്ളവർ പേടിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. ഇനി അടുത്തൊരു മാറ്റർ എന്ന് പറഞ്ഞാല് ഒരു ഒരു വിവാഹബന്ധത്തില് ചെറിയ ഇതൊക്കെ വിള്ളലുകളൊക്കെ വന്നിട്ടിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആയിട്ടിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് മക്കള് പൊതുവെ നിൽക്കുന്നത് അമ്മയോടൊപ്പമായിരിക്കും, അല്ലെങ്കിൽ അമ്മയോടൊരു ചായ്വ് കൂടുതലാണ് പൊതുവെ. അപ്പം ഈ എനിക്കിപ്പം അദ്ദേഹത്തോടൊരു വിഷയമുണ്ട്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുവാണ്, അദ്ദേഹത്തോട് വിഷയമുണ്ട്, എനിക്ക് പറയാം മോനെ നീ ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട, കാരണം എനിക്കറിയാം നിയമം ഏത് വഴി കൂടിയാണ് വരുന്നത് എന്നുള്ളത് പറയാം. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുടുങ്ങിയില്ലേ, ഒന്നും ചെയ്തിട്ടില്ല. അത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ ഈ കസ്റ്റോഡിയൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പിന്നെ മെയിൻ്റനൻസ് കിട്ടാൻ, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെ അടുപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഏതൊക്കെ വിധേനെ സഫക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇപ്പൊ ഒരു ലീഗൽ അഡ്വൈസർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഫോണുകളൊക്കെ ഉള്ളതാണ്, ഏത് രീതിയിലും പറയാം, നിങ്ങൾ ഇന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കുടുങ്ങും, കുറച്ചു കാലം വെള്ളം കുടിക്കും, പിന്നെന്താ ചെയ്യാൻ പറ്റുക, പെട്ടുപോകുന്ന മനുഷ്യരാണെങ്കിൽ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്ന ആള് പ്രതിയാണല്ലോ, പിന്നെ ചോദ്യം പറച്ചിലും മാം പറഞ്ഞ പോലെ ഇത്ര ദിവസം പ്രസന്റിൽ കിടക്കേണ്ടവർ അത് തന്നെയാണ്. അതെ അതെ. അപ്പം ഈ മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെയാണ് അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇപ്പം കാശുള്ളവനാണെങ്കിൽ ഒരു 14 ദിവസം അല്ലെങ്കിൽ 50 ദിവസത്തിനുള്ളിൽ അവന് പുറത്തിറങ്ങാനുള്ളതുണ്ട്. പക്ഷെ പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റി എന്താന്നുള്ളത് അതാകണം. അതായത് വളരെ സീരിയസ് ഒഫൻസസ് ആണെങ്കിൽ, നമ്മൾ പറയുന്നത് മുഴുവൻ വ്യാജ പോക്സോയുടെ കാര്യങ്ങളാണ്. അപ്പം അതിന്റെ എത്രമാത്രം അതിന് ഗ്രാവിറ്റി ഉണ്ടോ, സീരിയസ്നെസ് ഉണ്ടോ എന്നുള്ളത് ലൈസൻസ് ഓഫീസറിന്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ലൈസൻസ് ഓഫീസറിനാണ് കൊടുക്കുന്നത്. ലൈസൻസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥ, ഇവരാണ് ഈ കുട്ടിയുടെ മൊഴി എടുക്കുന്നത്, ആദ്യത്തെ മൊഴി എടുക്കുന്നത് FIR കഴിഞ്ഞിട്ടുള്ള. അപ്പം അവരോട് സംസാരിക്കുന്നതും അവർക്ക് മനസ്സിലാകുന്നതും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തുന്ന, നമുക്കപ്പോ ഇവരെ പുറത്തിറക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ കുട്ടിയെ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് വസ്തുതാവിരോധമായിട്ടുള്ള കാര്യങ്ങൾ, നെക്സ്റ്റ് ആയിട്ടുള്ള നമുക്ക് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് നമുക്കതിൽ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളത്. അപ്പം ശ്രദ്ധിക്കണം. അതാണ് മുറുകിക്കഴിഞ്ഞ വല്ലാത്തൊരു കുരുക്കാണ് ശരിക്കും അല്ലെ. അത് ഒരു വല്ലാത്ത ഇത് തന്നെയാണ്. അതിനൊരു പേര് പറയുമല്ലോ ഞാൻ, അതായത് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാധനമാണ് പോക്സോ. ഇനി പോക്സോ ഇപ്പം നാളെ നമ്മളിപ്പോ ഫേക്ക് കേസിന്റെ കാര്യത്തില് അങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ, നാളെ ഇതൊക്കെ ഇദ്ദേഹം എക്വിറ്റൽ ആകുന്ന ഒരു സമയം വരുമ്പോ, അതായത് ഇദ്ദേഹത്തിന് ചീത്തപ്പേര് വന്നു, കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ ഭാര്യമാർ ഒരു കുടുംബം എല്ലാത്തിൽ നിന്നും മാറി അയാൾ ഐസൊലേറ്റ് ആയി, അയാൾ അനുഭവിക്കുന്ന മെന്റൽ ട്രോമയൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശേഷം ഒരു 2 years അല്ലെങ്കിൽ 3 years ഒക്കെ കഴിഞ്ഞ് ഇതൊന്നും എക്വിറ്റലായി നമ്മൾ നിരപരാധിയാണെന്നുള്ളത് വന്ന് കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഡിഫേമേഷന് കേസ് പോകാവുന്നതുള്ളൂ. അതിനൊക്കെ ഫൈനേ കിട്ടുള്ളൂ. ഇദ്ദേഹം അനുഭവിച്ച പീഡനത്തിന് തത്തുല്യമായിട്ടുള്ളത് കിട്ടത്തില്ല. ഇല്ല. പിന്നെ ഇനിയിപ്പോ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്തെങ്കിലും നമുക്ക് പരാതി കൊടുത്ത് അവരതിനനുസരിച്ചുള്ള നടപടി സ്വീകരിച്ച് അങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഡൊമസ്റ്റിക് അബ്യൂസ് ഒക്കെ ഉള്ളതാണ്, അതിന്റെ സിവിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സഹിച്ച്, പക്ഷെ നമുക്ക് സപ്പോർട്ട് ഇല്ലാതെയൊക്കെ വരുന്ന ഒരു അവസ്ഥ, അപ്പം അതൊക്കെ വേണ്ടതാണ്. അതൊക്കെ വളരെ എന്താ പറയാ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പം ശരി ഇതൊക്കെ വേണം. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കോഡിഫൈഡ്, അല്ലെങ്കിൽ ഞാനിപ്പം ഒപ്പം തന്നെ ഞാനൊരു നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ, ഞാൻ അവിടെ അവരുടെ ഒരു പാർട്ടായിട്ടും വർക്ക് ചെയ്യുന്നത് നമ്മുടെ രാഹുൽ ഈശ്വർ സാറുമായിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗും കൂടിയാണ് ഞാൻ. അപ്പം ഒരു ആസ് എ ലേഡി എനിക്ക് മനസ്സിലാവും, എന്നെ ഇതില് മുഴുവനും ഈ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ചിന്തിച്ചിരുന്ന ഒരു കാലം. പക്ഷെ ഞാൻ പുരുഷന്മാരെന്തനുഭവിക്കുന്നു എന്നുള്ളത് ഇല്ലായിരുന്നു. ഞങ്ങളൊരു 300-400ഓളം മാറ്റേഴ്സ് ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു കാലയളവ് കൊണ്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. പലരും അനുഭവിക്കുന്ന സാധനങ്ങൾ അത്രയും വേസ്റ്റ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എത്ര പേര് വരുന്നു, ഓരോരുത്തർ അതിന്റെ ഫോട്ടോ അയച്ചു തരും. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 2 ആഴ്ച മുന്നേ ഒരു ശനിയാഴ്ച എൻ്റെ അടുത്ത് വന്ന ഒരു കക്ഷി, അദ്ദേഹം എന്നോട് പറയാണ്,
മാഡം അന്ന് ഞാൻ മാഡത്തെ വൈകുന്നേരം വിളിച്ചപ്പം ഞാൻ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ അടുത്തേക്കാണ് ആദ്യം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അത് എന്റെ അടുത്തേക്ക് പാസ് ചെയ്യും. ഈ കൗൺസിലിംഗ് അസിസ്റ്റൻസ് ആണെങ്കിൽ അത് വേറെ രീതിയിലേക്ക് അത് പോകും. അപ്പൊ ഞാൻ നിയമോപദേശം കൊടുക്കുന്നു. അപ്പം ഞാൻ സംസാരിച്ചപ്പം ഞാൻ അദ്ദേഹത്തിന്, ഞാനൊരു കൗൺസിലിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വേദനയെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് കുറച്ചും കൂടെ ഇമോഷണൽ സപ്പോർട്ടായിരുന്നു. ഒരു ലേഡി പൈസ അടിച്ചു മാറ്റി, അതുപോലെ എന്താ മാരേജിന് വേണ്ടിയിട്ട് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇവന്റെ അടുത്തുനിന്ന് എല്ലാം കിട്ടി എല്ലാം കഴിഞ്ഞു. ഇവനോട് ആദ്യം ഇംപേഴ്സണേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവനോട് പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വേറെ. അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇവൻ സഫർ ചെയ്യുന്നു. ഇവക്ക് അവനെ വേണ്ട. പക്ഷെ എല്ലാം ഇവനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. ഒരു ബ്രേക്കപ്പ് ആണ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്തത്. അപ്പം ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യമാണ്. ഞാനൊരു ഫാനിൽ കയറ് കെട്ടിയിട്ടിരിക്കുമായിരുന്നു ആ സമയത്ത്, മാഡത്തിനോട് സംസാരിക്കുന്ന സമയത്ത്. അപ്പം അന്ന് സംസാരിച്ചപ്പം അവർക്കൊരു റിലീഫ് കിട്ടി. അപ്പം ഇങ്ങനെ എത്ര പേര് എനിക്കറിയാവുന്ന ഒരു പോലീസ് ഓഫീസർ നമ്മുടെ ഇതിൽ തന്നെ വന്നതാണ്. അദ്ദേഹത്തിന് ഒരു എന്താ വളരെ പവർ പുറകിൽ ഉള്ള കുറച്ച് ഹോൾഡ് ഉള്ള ആളുകള് അദ്ദേഹത്തിനും ഇതുപോലെ പെട്ടുപോയ ഒരു സ്ത്രീ പെട്ടെന്ന് ഔട്ട് ഓഫ് നോവെയർ വന്നു. ഇദ്ദേഹത്തിന് അത്യാവശ്യം പോലീസും അതൊക്കെയാണ്, സർക്കാർ ജോലിയൊക്കെ കണ്ടുകൊണ്ട് വന്നു. അതിനുശേഷം ഈ സ്ത്രീ വളരെ ഇവനെതിരെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഇവനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവൻ അവിടെ ഇവിടുന്ന് രക്ഷപ്പെട്ട ഉടനെ പോലീസ് സ്റ്റേഷനിൽ, ഇവനും പോലീസ് ആ ട്രെയിനിങ് കഴിഞ്ഞ ടൈമിലാണ് നിൽക്കുന്നത്. അദ്ദേഹം അദ്ദേഹം അവിടെ പോയി പരാതി കൊടുത്തു. പക്ഷെ ഇവളുടെ സ്ട്രോങ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വളരെയധികം നമ്മൾ ആ ഇട്ടിരുന്ന റിപ്പോർട്ടിനെ തിരുത്താൻ പാകത്തിന് അവൾക്ക് ഹോൾഡ് ഉണ്ടായിരുന്നു. എന്താണ് അതിന് പറയാ? ഇദ്ദേഹം സഹിച്ചത് വളരെ ഇതായിട്ട് കെട്ടിയിട്ട്, ഒരു സ്ത്രീയെ ഒരു വണ്ടിയിൽ ആളുകളെ കൂട്ടിയിട്ട് വളരെ ഇതായിട്ട് നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കി ഇവനെ കെട്ടിയിട്ട് ഒരു രാത്രി മുഴുവൻ ടോർച്ചർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വന്ന് അദ്ദേഹത്തിന് ഇന്നിപ്പം ജോലിയിൽ സസ്പെൻഷനാണ്. അദ്ദേഹത്തിന് നിയമ നടപടികളുടെ എന്തോരം പുറകെ പോകുന്ന അദ്ദേഹത്തിന്റെ വീട്, ഒരു ലോൺ എടുത്ത്, ഒരമ്മ മാത്രമേ ഉള്ളൂ, ലോൺ എടുത്ത് അദ്ദേഹം ഒരു വീട്, ഇവർക്ക് പോലീസ് ലോൺ അങ്ങനെ എന്തോ ഒരു ഇത് എടുത്ത് അങ്ങോട്ട് കയറി ആ വീടിനെ അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാല് പോലീസുകാര് തന്നെ ഇതിന്റെ അകത്ത് തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങള് കോംപ്രമൈസ് ചെയ്യുക, അവളെ കല്യാണം കഴിക്കുന്നു പറഞ്ഞു. ഇവന്റെ ബുദ്ധിക്ക് പോയി രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഒരുമിച്ച് താമസിച്ചില്ല. പിറ്റേ ദിവസം അവള് റേപ്പ് കംപ്ലൈന്റ് കൊടുത്തു. റേപ്പല്ല, ഡൊമസ്റ്റിക് വയലൻസ് കംപ്ലൈന്റ് കൊടുത്തു. ഒരുമിച്ച് താമസിച്ചിട്ടില്ല. ഇല്ല, അവനെതിരെ റേപ്പ് ചാർത്തിയിട്ടുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ്. അവനങ്ങനെ പൂട്ടിക്കെട്ടി, അവന് വീടും തൊടാൻ പറ്റില്ല, അവന് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ. അത് നിയമം അറിയാകുന്ന അല്ലെങ്കിൽ നിയമം പാലകരായിട്ടുള്ള വ്യക്തിക്ക് അനുഭവിക്കുന്നത്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി മാൻ ഇസ് റിയലി സഫറിങ്. ഈച്ച് ആൻഡ് എവറി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ എത്ര പേര് സഫർ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് അതിന് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. മിഷൻ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു ആശയം രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമാകുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ ഒരു ഇത് വേണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വേദി ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ വരുമ്പോ ഈ ഫോൾസ് കംപ്ലൈന്റ്സ്, ഇനിയിപ്പോ നമ്മള് ഒരു ഫേക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട് എല്ലാവർക്കും. അതിന് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ ഒരു പരാതി കൊടുക്കുക. അല്ലെങ്കിൽ DV കേസിലോ ഏത് മാറ്ററിലാണ് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുമോ ഇങ്ങനെയൊരു പരാതി വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ഒരു പരാതി അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ എപ്രിഹെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ബെയിൽ എടുക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെയൊരു എനിക്ക് നോട്ടീസ് തന്നിട്ട് വേണം, 35(3) നോട്ടീസ് തന്നിട്ട് വേണം, എന്തെങ്കിലും ആക്ഷനോ അറസ്റ്റോ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നുള്ള രീതിയിൽ
അപ്പം പിന്നെ അതിനെ കൗണ്ടർ കൊടുക്കുക. ഇനി കൗണ്ടർ കൊടുക്കുക എന്ന് പറയുമ്പം ഒരു ഇപ്പൊ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങ് എഴുതി ഒരു കംപ്ലൈന്റ് കൊടുക്കും. അതേ സമയത്ത് നിങ്ങളൊരു നിയമം അറിയാവുന്ന അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെ ഒരു ലോയറുടെ അടുത്ത് നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് കുറച്ച് നമ്മൾക്കറിയാം അത് ഏത് വിധേന അത് കുക്ക് ചെയ്ത് കറക്റ്റ് ആ ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഇവർക്ക് വേണ്ടിയിരിക്കുന്ന എന്തൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒരു അഡ്വക്കേറ്റിനാണ് അറിയാവുന്നത്. അപ്പം മടി വിചാരിക്കരുത്. അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് നമ്മൾക്കെതിരെ ഒരു എലിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടി വിചാരിക്കാൻ പാടില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഇന്നത് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാൻ ഇന്നതും ചെയ്തിട്ടുണ്ട് സാറേ, അത് പറയേണ്ട ആവശ്യമില്ല. അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവന് ബോധം വരണമെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളത്. അത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കോള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ വരുവാണെന്ന് വെച്ചോ, ആരോ നമുക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ള രീതിയിൽ അപ്പൊ വരുവാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണോ ബുദ്ധി, അതൊരു വക്കീലിനെ കൺസൾട്ട് ചെയ്തിട്ട് പോകുന്നതാണോ ബുദ്ധി? ഒരു പരാതി നമ്മൾക്കെതിരെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് എന്ത് പരാതിയാന്നുള്ളത് നമ്മൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം ആ റൈറ്റിനെ യൂസ് ചെയ്ത് എന്ത് പരാതിക്കാണ് സാറേ, എന്താണ് എനിക്കെതിരെ വന്നിരിക്കുന്നതെന്ന് ഏതൊരു ഇന്ത്യൻ പൗരനും ചോദിക്കാവുന്ന കാര്യമാണ്. ഇനി ചെന്ന് സംസാരിക്കുക. അപ്പം ചോദിച്ച ചോദ്യം ഒരു അഡ്വക്കേറ്റിനെ എപ്പോൾ കാണണം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴെന്നുള്ളത്. ഇങ്ങനെ ഒരു പരാതി വരുന്നതേ ഒന്ന് അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിക്കുന്നത് നല്ലത്. പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ. അപ്പം നമുക്ക് ഇത് വരുന്നതിന് മുന്നേ നമുക്ക് അതിനുള്ള എന്താന്നുള്ളത്, നിങ്ങൾക്കെതിരെ എന്ത് വരാനാണെന്നുള്ളത് നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊരു കാര്യം അല്ലെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് അവര് എന്തെങ്കിലും രീതിയിൽ, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇതാക്കാൻ വേണ്ടി പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് കാര്യം എന്നുള്ളത് ചോദിക്കുക. അൺനെസസറി ആയിട്ട് ഒന്നിലും ഒപ്പിടാതിരിക്കുക. അവരോട് എനിക്കെതിരെയുള്ള പരാതി വായിച്ചു കേൾപ്പിക്കുക. അല്ലെങ്കിൽ അതിനുള്ള ഇനി ഇൻ കേസ് ഇപ്പം FIR ഇട്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാര് ഒരിക്കലും ഒരു അറസ്റ്റ് നടത്തുന്നത് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ്. അപ്പം അത് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാവുന്ന കാര്യമാണ് ഉള്ളത്. അപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്ത് FIR ഇടുവാണെങ്കിൽ നമ്മളൊന്നും സംസാരിക്കേണ്ട. നമ്മൾ ഇവരോട് കോപ്പറേറ്റ് ചെയ്യുക. ഏതൊരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിനെ പ്രൊസീജിയറിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. നമ്മൾ അവരോട് സംസാരിക്കുക, ഇന്നതാണ് സഹകരിക്കുക. കോപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. പിന്നെ സംസാരിച്ച് എന്താണ് ഉള്ളതെന്നുള്ളത് അറിയുക. എനിക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണണം എന്നുള്ളത് പറയാ. പിന്നെ എൻ്റെ ഒരു ഫാമിലി, എൻ്റെ ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ള 2 പേരെ അല്ലെങ്കിൽ 1-2 പേരെ വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ നിയമമുള്ളതാണ്. അപ്പം അതറിയിക്കുക. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അപ്പം വക്കീല് പിന്നെ ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ നോക്കിക്കോളും. പേടിക്കണ്ട. സാധാരണക്കാരനെതിരെ ഒരു പരാതി വന്നു കഴിയുമ്പം അതിനെ പേടിയോടുകൂടിയല്ല നമ്മൾ നേരിടേണ്ടത്. മീൻസ് പേടി ഉണ്ടാകും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പലർക്കും പാനിക്ക് പെട്ടെന്ന് വരും, എന്താണെന്ന് പോലും. ഇപ്പൊ പ്രെഡിക്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കോളൊക്കെ വരുമ്പോ ആരും ഇതൊന്നും അങ്ങ് ചിന്തിക്കൊന്നുമില്ല, പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുക. പെട്ടെന്നൊരു കോള് വരുമ്പം നമ്മള് അപ്പൊ തന്നെ നമ്മളൊരു അഡ്വക്കേറ്റിനെ വിളിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്കെതിരെ അല്ലെങ്കിൽ വീട്ടുകാരോട് നമ്മൾ അപ്പൊ തന്നെ പറയാം. അങ്ങനെ ഒരു കോള് വരുമ്പം പോലീസുകാര് നമ്മള് പൊതുവെ പോലീസുകാര് വിളിച്ചു വരുത്തുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു ഫസ്റ്റ് ലെവലിലും സംസാരിച്ച് വിടാവുന്ന അവര് സംസാരിച്ച് വിടുകയുള്ളൂ. അപ്പം അത്രയും ഗ്രേവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അവര് അറസ്റ്റിനുള്ള പരിപാടി നോക്കും. അപ്പൊ നമ്മൾ അതിനുള്ള ആന്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ പിന്നെ അകത്തായിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ബെയിലിന് വേണ്ടി നോക്കണം. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഈ വരുന്ന പല പരാതികളിലും ഫേക്ക് ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ DVയിലാണെങ്കിലും പുരുഷന്മാരും ഭാര്യമാരും ഒരുപോലെ എന്താണ് പറയാ, ഇപ്പോൾ പീഡനത്തിന് ഇരയാകുന്നുണ്ട്, മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും. പക്ഷെ പല പരാതികളും വരുന്നത് സ്ത്രീകളുടെ പരാതിയാണ് മെജോറിറ്റി വരുന്നത്. പുരുഷന്മാരുടെ പരാതി അവിടെ കുറവാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഈ DVയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ ഈ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കും. പക്ഷെ ഇപ്പോ ആ ഫേക്ക് കംപ്ലൈന്റ് ഒരുപാട് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഇത്ര കാലയളവൊക്കെ വെച്ചിട്ടല്ലേ നോക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലും, അതായത് ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്താലും ഒരു അന്വേഷിച്ച് ഒക്കെ ഒരു അതാക്കി കഴിഞ്ഞിട്ടല്ലേ ഇത്ര ദിവസത്തിനുള്ളൊക്കെ. അത് ഈ ഫേക്ക് കംപ്ലൈന്റ് ഒരുപാട് വന്നത് എഫക്ട് ചെയ്തിട്ടാണോ? ഡൊമസ്റ്റിക് വയലൻസ് കംപ്ലൈന്റ് സ്ത്രീകൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി അവർ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പരാതി ഒരു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അതിന് ഉടനെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് കൗണ്ടർ അലിഗേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പൊതുവെ വരുന്ന മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും കുട്ടിക്കും മെയിൻ്റനൻസ് വേണം, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും മെയിൻ്റനൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡ് ഓർണമെന്റ്സിന്റെ കാര്യത്തിൽ ഗോൾഡ് ഓർണമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് വിവാഹ സമയത്തെ ഫോട്ടോ വെച്ചിട്ട്, അല്ലെങ്കിൽ റീസെന്റ് മാരേജ് ഒക്കെ കഴിഞ്ഞവർക്കാണ് വന്നെങ്കിൽ ജ്വല്ലറി ബില്ല് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും.